3 ഘാതം 5 ഇൻറ്റു 5 ഘാതം 4 ഇൻറ്റു 7 ഘാതം 3 ബൈ 21 ഘാതം 3 ഇൻറ്റു 25 ഘാതം 2 ൻ്റെ വില കാണുക. ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ 3 ഘാതം 5 ഇൻറ്റു 5 ഘാതം 4 ഇൻറ്റു 7 ഘാതം 3 ബൈ 21 ഘാതം 3നെ നമുക്ക് 3ൻ്റെയും 7ൻ്റെയും 5ൻ്റെയും ഒക്കെ ഘടകങ്ങളായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ 21ൻ്റെ ക്യൂബിനെ 3 ഇൻറ്റു 7ൻ്റെ ക്യൂബായിട്ട് എഴുതാം. ഇൻറ്റു 25ൻ്റെയോ 5 ഇൻറ്റു 5ൻ്റെ ഹോൾ സ്ക്വയർ ആയിട്ട് എഴുതാം. അതിനുശേഷം ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലത്തെ ആൾക്കാർക്ക് കൊടുക്കുക. 3ൻ്റെ ക്യൂബ് ഇൻറ്റു 7ൻ്റെ ക്യൂബ് ഇൻറ്റു 5ൻ്റെ സ്ക്വയർ ഇൻറ്റു 5ൻ്റെ സ്ക്വയർ. ഈ 5ൻ്റെ സ്ക്വയർ ഇൻറ്റു 5ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 5 ഘാതം 4 എന്ന് എഴുതാം. അപ്പോൾ മുകളിലും താഴെയും ഒരുമിച്ചുള്ള സംഖ്യകളൊക്കെ വെട്ടിക്കളയാം. അതായത് ഇവിടെ 7ൻ്റെ ക്യൂബും മുകളിൽ 7ൻ്റെ ക്യൂബുണ്ട്, അത് രണ്ടും വെട്ടിക്കളഞ്ഞു. അതേപോലെ 5 ഘാതം 4 മുകളിൽ 5 ഘാതം 4 ഉണ്ട്, അതും വെട്ടിക്കളഞ്ഞു. ലാസ്റ്റ് 3 ഘാതം 5 ബൈ 3 ഘാതം 3 ഉണ്ടാവും. അതിനെ നമുക്ക് 3 ഘാതം 5 മൈനസ് 3 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് 3ൻ്റെ ക്യൂബ് എന്ന് കിട്ടും. 3ൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 9. അപ്പോൾ ഇവിടെ ആൻസർ എ. 72ാമത്തെ ക്വസ്റ്റ്യൻ. 2, 4, 6, 8, 10 എന്ന സംഖ്യാശ്രേണിയിലെ 20ാമത്തെ പദം കാണുക. ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. ആൻസർ എന്നാം പദം കാണാൻ a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇതിൽ എ എന്ന് പറയുന്നത് ശ്രേണിയിലെ ആദ്യ പദം, അതായത് 2. എന്ന് പറയുന്നത് 20ാമത്തെ നമ്പറാണ് കാണാൻ പറഞ്ഞത്, അപ്പോൾ 20. ഡി എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം. ശ്രേണിയിലെ 4 മൈനസ് 2 അതാണ് പൊതുവ്യത്യാസം. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. x20 ഈസ് ഈക്വൽ ടു എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അതിൽ ഈക്വൽ ടു 2 പ്ലസ് 20 മൈനസ് 1 ഇൻറ്റു 2. അപ്പോൾ 2 പ്ലസ് 20 മൈനസ് 1 19. 19 ഇൻറ്റു 2 38. അപ്പോൾ 2 പ്ലസ് 38 40. അപ്പോൾ ഉത്തരം 40. അപ്പോൾ ഓപ്ഷൻ എ 40. അടുത്ത ക്വസ്റ്റ്യൻ. 73ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ക്ലോക്കിൽ സമയം 5 മണി 20 മിനിറ്റ് ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? സിമ്പിൾ ട്രിക്കാണ്. ആംഗിൾ ഈസ് ഈക്വൽ ടു 30 ഹവർ